കട്ടപ്പനയിലെ ഭിന്നശേഷിക്കാരെ കൈപിടിച്ചുയർത്തി നഗരസഭ. തനത് ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക, അവരെ സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ തനത് ഫണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപ മാറ്റിവെച്ച് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. ആദ്യഘട്ടത്തിൽ 3 പേർക്കും രണ്ടാം ഘട്ടത്തിൽ 4 പേർക്കും ഉൾപ്പെടെ 7 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ മുച്ചക്ര വാഹനം കൊടുക്കുകയാണ്. 7 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നേരത്തെ 3 എണ്ണം കൊടുത്തു. ഇപ്പം ബാക്കി 4 പേരുടേത് കൊടുക്കുവാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുനിസിപ്പാലിറ്റി ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് നടക്കാനും ഇവരുടെ ഓരോ കാര്യങ്ങൾക്ക് ഇവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനും എല്ലാ കാര്യത്തിനും ഉപകാരപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മുച്ചക്ര വാഹനം കൊടുത്ത് ഇവരെ സഹായിക്കുന്നത്. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്ന നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വാഹനം ഏറ്റുവാങ്ങിയവർ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ടിൽ നിന്നെടുത്ത് ആ ഭിന്നശേഷിക്കാരെ സഹായിക്കാൻ അവരൊരു സ്വയം തൊഴിൽ കണ്ടെത്തി അവർക്ക് ഉപജീവനമാർഗം നടത്തുവാൻ വേണ്ടിയാണ് മുനിസിപ്പാലിറ്റി ഇത്ര ഒരു ഉദ്യമത്തിന് തയ്യാറായത്. അതിന് ഈ ഭിന്നശേഷിക്കാരെ ഞങ്ങൾ പലരും ഓരോ കാര്യത്തിലും പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി കുറേ മടി കാണിച്ചപ്പോഴും ചെയർപേഴ്സണും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരും ഞങ്ങളെ വഴക്ക് പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും കൂടി നടന്ന് ഞങ്ങളെ സഹായിച്ച ഈ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണും അതിൻ്റെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും അതോടൊപ്പം നമ്മുടെ ICDS ഓഫീസറിനും ഞങ്ങൾക്ക് ഈ വാഹനം തന്ന എല്ലാ ഇതിനു വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KG പിന്നി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, കൗൺസിലർ സോണിയ GB, സെക്രട്ടറി അജി K തോമസ്, ICDS സൂപ്പർവൈസർ ദീപ സെബാസ്റ്റ്യൻ, ബിൻസി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു.